ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം നമ്മളൊരു മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ട് എന്ന് പറയാനായിട്ട് ഇതിലൊന്നും ഇല്ല, എങ്കിലും എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കും ചെയ്യാനൊരാഗ്രഹം. എനിക്ക് ചെയ്യാനൊരാഗ്രഹം എന്നല്ല, ഞാനിങ്ങനെ എന്താ പറയുക, കുറച്ച് നമ്മളിങ്ങനെ യൂട്യൂബിലോട്ടൊന്ന് സെറ്റായി വന്നപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചാണ് എല്ലാ ഫങ്ഷൻസിനും എല്ലാ ഫെസ്റ്റിവൽസിനും എല്ലാത്തിനും മേക്കപ്പ് ലുക്സ് ചെയ്യണം, അങ്ങനെ എങ്ങനെയാണ്. പക്ഷെ ഒന്നും നടന്നില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞോ നിങ്ങളോട്, അത് ഞാൻ പിന്നെ പറയാം എന്തായാലും. കാരണം അത് പറയാനാണെങ്കിൽ കുറച്ചുണ്ട് നല്ലോണം പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ റിയാക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഈ കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ പൊത്തിയല്ലേ, ഈ രണ്ട് സൈഡ് മൊത്തത്തിൽ പിമ്പിൾസും അതേപോലെ ബ്ലാക്ക് കളറിലുള്ള സ്പോട്ട്സും കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ആൻഡ് ഇവിടെ മൊത്തം പിമ്പിൾസ് ആയിരുന്നു. അതായിരുന്നു എൻ്റെ അവസ്ഥ. പക്ഷെ ഇപ്പൊ എത്രയും ബെറ്റർ ആയിട്ടുണ്ട്, അത്രയും ബെറ്റർ ആയിട്ടുണ്ട്, ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും നാള് മേക്കപ്പ് ലുക്സ് ഒന്നും ചെയ്യാതിരുന്നത്. കാരണം വീണ്ടും നമ്മൾ ഫേസിൽ മേക്കപ്പും കാര്യം ഇട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട, ഇതൊന്ന് ആദ്യം ഒന്ന് എന്താ പറയാ അടങ്ങട്ടെ, പിമ്പിൾസ് ഒക്കെ ഒന്ന് പോട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനിയും ഫുൾ മാറാനായിട്ട് നിന്നാൽ ഞാൻ ഇക്കാലത്തൊന്നും മേക്കപ്പ് ലുക്ക് ചെയ്യില്ല. അപ്പൊ എപ്പോഴും വിചാരിക്കും ഇൻട്രോ ഇങ്ങനെ വലിച്ചു നീട്ടരുത് എന്നുള്ളത്. പക്ഷെ എങ്ങനെ സംസാരിച്ച് വന്നാലും വലിച്ചു നീട്ടിപ്പോവും. ഓക്കെ, അപ്പൊ ഇനി ഒരുപാട് സംസാരിച്ച സമയം കളയുന്നില്ല, വേഗം നമ്മുടെ നവരാത്രി മേക്കപ്പ് ലുക്കിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു നവരാത്രി ലുക്ക് വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടൊരു, നമുക്കിത് നവരാത്രി എന്നല്ല, നമുക്കൊരു ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ അങ്ങനെ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഐ ഷാഡോ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഡ്രാമാറ്റിക് ആയിട്ട് അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സംസാരിച്ച സമയം കളയാണ്ട് വേഗം വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ആണ് ചോദിച്ചാൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ടോണർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഞാനവിടെ സ്നാനയുടെ ഒരു ടീ ട്രീ ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആ ഫേസിൽ ഇഷ്യൂ വന്നപ്പോൾ മുതൽ ഈ ഒരു ടോണറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ടോണറാണ് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അബ്സോർബ് ആവാൻ സമയം കൊടുക്കുക. അതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഞാനിവിടെ സ്നാനയുടെ തന്നെ അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ മോയ്സ്ചറൈസർ പ്ലസ് പ്രൈമർ എന്നുള്ളൊരു ലെവലിൽ യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു ബിഗിനേഴ്സ് മേക്കപ്പ് ലുക്ക് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയും. അത്രയും സിമ്പിളായിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് എന്നുള്ള രീതിയിലാണ് ഞാനതിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമർ എന്നുള്ള സെൻസിൽ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള അലോവേറ ജെല്ല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതഞ്ജലിയുടെ അല്ലെങ്കിൽ ബഞ്ചാറാസിൻ്റെ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാണ്. നെക്സ്റ്റ് ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് സ്നാനയുടെ അങ്കരാഗ റേഞ്ചിൽ വരുന്ന റോസ് എന്ന ഷെയ്ഡിലുള്ള ഒരു ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ലിപ്സ്റ്റിക്കിൻ്റെ അത്രയും കളറുണ്ട്. നിങ്ങൾക്ക് കളറില്ലാത്ത കളർലെസ് ആയിട്ടുള്ളതും അവൈലബിൾ ആണ്, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുന്ന ഒന്ന് ഇഗ്നോർ ചെയ്യാം കേട്ടോ. ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്ത ദിവസം ഏറ്റവും വൃത്തികെട്ട രീതിയിൽ എൻ്റെ മുടി എങ്ങനെ ഇരിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെയർ വാഷ് ചെയ്ത ദിവസമായിരിക്കും. അത്രയും മോശമായിട്ടായിരിക്കും ഇരിക്കുക. ആൻഡ് ഷാമ്പു യൂസ് ചെയ്താൽ പിന്നെ പറയേ വേണ്ട. അതുകൊണ്ടാണ് ഒരുമാതിരി അടങ്ങിയിരിക്കുന്നില്ല. ഇതന്നെ ഞാൻ അഡ്ജസ്റ്റ്മെന്റിൽ ഞാനിങ്ങനെ അനങ്ങാതിരിക്കുകയാണ്, അത് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ഫേസസ് കാനഡയുടെ ഒരു ലൈറ്റ് വെയ്റ്റ് മാറ്റ് ഫൗണ്ടേഷൻ അങ്ങനെ എന്തോ ആണിത്. ഇത് ചെറിയൊരു പാക്കാണ്, ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. അയ്യോ, എനിക്ക് ആലോചിക്കാൻ വയ്യ, വെറുതെ 200 രൂപ കളഞ്ഞു എന്നായി. എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ ഇത് യൂസ് ചെയ്തിട്ട്. ഒരു രീതിയിലുള്ള കവറേജോ ഫിനിഷോ ഒന്നും തോന്നിയില്ല. എനിക്ക് തന്നെ സംശയമായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണമാണോ അങ്ങനെ ഒരു കവറേജോ ഒന്നും തോന്നാത്തതെന്നുള്ളത്. എത്ര യൂസ് ചെയ്തിട്ടും എനിക്കത് തോന്നിയില്ല. എഗെയിൻ ഞാൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ എടുത്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാണ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടെ. അപ്പോഴാണ് ചെറിയ രീതിയിലെങ്കിലും ഒരു കവറേജ് കിട്ടിയത്. അപ്പോഴാണ് ഒരു ഫൗണ്ടേഷനൊന്നും അപ്ലൈ ചെയ്യാത്ത പോലെ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയില്ല. ആക്ച്വലി എനിക്ക് ഇതിനെക്കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ ഒരു ബ്രാൻഡും എല്ലാം കൺസിഡർ ചെയ്ത് ചെറിയൊരു എക്സ്പെക്ടേഷനിലാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ ആക്ച്വലി ഇതെന്താ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇത് വെയ്റ്റ്ലെസ് മാറ്റ് ഫിനിഷ് ഫൗണ്ടേഷൻ എന്നൊക്കെയാണ് പറയണത്. ഐ ഡോണ്ട് നോ ഇതെന്താണ്. ഞാൻ യൂസ് ചെയ്യുന്നതിന്റെ പ്രശ്നമാണോ, ക്വാണ്ടിറ്റി എടുത്ത് കുറഞ്ഞു പോയതാണ്, എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ഒന്നും എനിക്ക് തോന്നിയില്ല. കവറേജ് എന്ന ആ ഒരു പേരിന് പോലും എനിക്കിതൊന്നും തോന്നിയില്ല. നമ്മൾ ഷിയർ കവറേജ് എന്നൊക്കെ പറയില്ല, അതുപോലും ഇല്ല. ജസ്റ്റ് നമ്മള് എന്താ പറയാ, ഒരു മോയ്സ്ചറൈസർ ഇട്ടൊരു എഫക്റ്റ് ആയിരുന്നു. കാരണം മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട് എന്നല്ല, ആ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കവറേജ് വല്ലതും തോന്നും, ഇല്ലല്ലോ. അതുപോലെ എനിക്ക് തോന്നിയത്. എന്താ പ്രശ്നം എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇനി ഇത് ഇങ്ങനെ തന്നെ ആണോ എനിക്ക് അറിഞ്ഞൂടാ. എനിവേ എനിക്ക് അതിട്ടിട്ട് ഒന്നും തോന്നിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ അഗെയിൻ ഫിറ്റ്മിയുടെ തന്നെ എടുത്ത് ഇട്ടത് കേട്ടോ. അതിന്റെ മേലെ കൂടെ ഫിറ്റ്മിയുടെ തന്നെ ഫൗണ്ടേഷൻ എടുത്തിട്ടത്. ആക്ച്വലി ഇതൊന്നും ചെയ്തില്ല. എക്സ്പെക്ടേഷൻ എല്ലാം പോയി കിട്ടി. നെക്സ്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഐബ്രോ കിറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യണേ. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാണ്, ത്രെഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഐബ്രോസ് ഫില്ല് ചെയ്താലും പെർഫെക്റ്റ് ആവില്ല. കാരണം ഷേപ്പ് ഉണ്ടെങ്കിലേ നമ്മള് എന്താ പറയാ ഫില്ല് ചെയ്താൽ പെർഫെക്റ്റ് ആവുള്ളൂ. അതുകൊണ്ട് നോ രക്ഷ. എനിക്കറിയാം ഐബ്രോസ് പെർഫെക്റ്റ് ആയിട്ടില്ല എന്നുള്ളത്. അതൊന്നും എക്സ്ക്യൂസ് ചെയ്യാട്ടോ, എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല. ത്രെഡ് ചെയ്യാത്തതുകൊണ്ട്. ത്രെഡ് ചെയ്താൽ തന്നെ എൻ്റെ ഐബ്രോസ് വലിയ ചന്തമൊന്നുമില്ല കാണാൻ. ത്രെഡ് ചെയ്യാതെയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഓക്കെ, അപ്പൊ അതൊന്ന് ഇഗ്നോർ ചെയ്യാ. ഇനി നമുക്ക് എന്താ പരിപാടി? മെബിലിന്റെ കൊളോസൽ കാജൽ വെച്ചിട്ട് ആണ് കേട്ടോ ലൈൻ ചെയ്യുന്ന. അടിയിൽ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി കൊടുക്കുകയാണേ. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ണെഴുതി. ഇനി നമുക്ക് ഐലൈനർ എഴുതാം അല്ലെ. ഓക്കെ, അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫീസസ് കാനഡേനെ മാഗ്നറ്റ് ഐസ് ഐലൈനർ ആണ് കേട്ടോ. ഭയങ്കര കൺവീനിയന്റ് ആണ്. ഭയങ്കര എന്താ പറയാ, ടിപ്പ് കണ്ടോ അതിന്റെ. ആക്ച്വലി ഞാനൊരു സംഭവം മറന്നുപോയി. ഞാൻ ചെറുതായിട്ട് ഐ ഷാഡോ ചെയ്യണമെന്ന് വിചാരിച്ച അത് ഞാൻ മറന്നുപോയി. ഞാൻ നേരെ ഐലൈനർ ഇട്ടു. ഓക്കെ, ജസ്റ്റ് നമുക്ക് അതിന് മേലെ കൂടെ ക്രീസ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് മാത്രം കൊടുക്കാം കേട്ടോ. കുഴപ്പമില്ല, ഐലൈനർ ഇട്ടാലും നമുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം, ശ്രദ്ധിക്കണമെന്ന് മാത്രം. അപ്പൊ നമുക്ക് ഇനി അത് ചെയ്തിട്ട് ബാക്കി മസ്കാരയിലോട്ടെല്ലാം പോവാം. ഇതിൽ കളേഴ്സ് വരുന്ന വേറെ പാലറ്റ് ഇല്ല. അപ്പൊ ഈ ക്ലാമി കോസ്മെറ്റിക്സ് റിംഗ് ലൈറ്റ് ഉണ്ടോ കാണേ, ഈ ക്ലേമി കോസ്മെറ്റിക്സ് ഇതിന്റെ പാലറ്റ് ആണ്. പക്ഷെ അത് ഭയങ്കര മോശം പാലറ്റ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര മോശമാണ് ഈ പാലറ്റ്. ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിഗ്മെന്റേഷൻ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ അത് ഭയങ്കര ഒരു തരിതരിമാതിരി പൊടിഞ്ഞൊക്കെ വരുന്നുണ്ട്. എനിവേ നമുക്കിപ്പോ തൽക്കാലം വേറെ കളർഫുൾ ആയിട്ടുള്ള പാലറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം ഇനി നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റില്ല, നമ്മൾ ഐലൈനർ എഴുതി പോയി. അപ്പൊ അതുകൊണ്ട് ഇതാ ഒരു കേളർ എടുത്തിട്ടുണ്ട്. കേളർ എടുത്തിട്ടൊന്ന് കേൾ ചെയ്യണം. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര ഇതാണ്. ഇത് മെബിലിന്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ്. വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. വാട്ടർ പ്രൂഫ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണത്. ഓക്കെ, അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ മസ്കാരയും അപ്ലൈ ചെയ്തു. ഇനി എന്താണ്, എനിക്ക് ഒന്നുകൂടി മോയ്സ്ചറൈസ് ചെയ്യണം. കാരണം ലിപ്സ് ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്, പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ എടുത്ത് സ്നാനയുടെ അങ്കരക റേഞ്ചിൽ വരുന്ന ഒരു ലിപ് ബാം ആണ്. അത് ലിപ്സ്റ്റിക്കിന്റെ അത്രയും കളർ വരുന്നോണ്ട് ലിപ്സ്റ്റിക് ആണെന്ന് ഓർമ്മയാണ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന വാസ്ലിന്റെ ആണ് കേട്ടോ. കാരണം അത് യൂസ് ചെയ്താൽ വീണ്ടും കളർ വരുമല്ലോ എന്നുള്ളതുകൊണ്ട്. എന്താ ലിപ്സ്റ്റിക്. ഓക്കെ, ഇപ്പൊ ലിപ്സ്റ്റിക്കിനായിട്ട് ഞാൻ എടുക്കുന്നത് ഈ എസ്ക്യൂന്റെ ബാഡാസ് റേഞ്ചിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഷെയ്ഡ് ബൂസ്റ്റ് മൈമോ 21 എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ പിങ്കി ആയിട്ടുള്ള, അങ്ങനെ ഡ്രസ്സും എല്ലാം നമ്മളൊരു പിങ്കി ആയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ നവരാത്രിക്ക് ഈ കളർ ആണോ അല്ലെങ്കിൽ ഇങ്ങനെ കളർ ഷെയ്ഡൊക്കെ അങ്ങനെയൊക്കെ നോക്കുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ ഒരു ഇതിനെ ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഓൾ സെറ്റ് കഴിഞ്ഞില്ലേ? ഇനി നമുക്കൊരു പൊട്ട് വെക്കണം ആൻഡ് കമ്മലിടണം. അത്രയല്ലേ ഉള്ളൂ. അതിന് ഞാൻ മാലയൊന്നും മാറ്റുന്നില്ല.